4 മക്കളാണ് അജു വർഗീസിനും ഭാര്യ അഗസ്റ്റീനയ്ക്കും. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾക്കിപ്പുറം ഇരട്ടക്കുട്ടികളായിട്ടാണ് 4 പേരും എത്തിയത്. മൂത്തത് ഇവാനും ജുവാനയും, രണ്ടാമത്തേത് ജെയ്ക്കും ലൂക്കും, ഒരു പെണ്ണും 3 ആണും. അപ്പനും മക്കളുമൊത്തുള്ള വീഡിയോകൾ അധികമൊന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടില്ലായെങ്കിലും ഒരു കല്യാണത്തിന് വന്നിട്ട് മടങ്ങവേ സ്കൂൾ വിട്ട പോലെ അജു മക്കളെ വാഹനത്തിലേക്ക് കയറ്റുന്ന ഒരു വീഡിയോ ഏറെ രസകരമായി മാറിയിരുന്നു. കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ അജു പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അപ്പനും മക്കളും ചേർന്ന് ഫുട്ബോൾ കളിക്കുന്ന വീഡിയോ ആയിരുന്നു അത്. മക്കളെ കളി പഠിപ്പിക്കാൻ ഇറങ്ങിയ അജു വർഗീസിനെ മക്കൾ 4 പേരും ചേർന്ന് ഒരു ഫുട്ബോൾ പോലെ തട്ടിയതാണ് വീഡിയോയിൽ കാണാൻ കഴിഞ്ഞത്. ഒടുവിൽ മക്കളുടെ തട്ടും ചവിട്ടും മുട്ടുമെല്ലാം ഏറ്റുവാങ്ങി ഓടിക്കിതച്ച് മരച്ചുവട്ടിൽ നടനിരുന്നത് ചത്തു ചത്തില്ല എന്ന മട്ടിലായിരുന്നു. ആ വീഡിയോ 5 മില്യണോളം പേരാണ് മണിക്കൂറുകൾക്കിപ്പുറം കണ്ടത്. ഇപ്പോഴിതാ ആദ്യ വീഡിയോ സൂപ്പർ ഹിറ്റായതിനു പിന്നാലെ മക്കളെ സംഗീതം പഠിപ്പിക്കുന്ന മ്യൂസിക് കണ്ടക്ടറായിരിക്കുന്ന രണ്ടാമത്തെ വീഡിയോയും പുറത്തു വന്നിരിക്കുകയാണ്. മക്കളിൽ ഒരാൾ ഗിറ്റാറും മറ്റു 2 പേരിൽ ഒരാൾ കീബോർഡും ഒരാൾ മറ്റേതോ സംഗീത ഉപകരണവും വായിക്കുന്നത് കാണാം. മകൾ ജുവാനയാണ് പാട്ടുപാടുന്നത്. ഇംഗ്ലീഷ് പാട്ടാണ് ജുവാന ആലപിക്കുന്നത്. മകളുടെ സംഗീതാലാപനത്തിൽ സ്വയം മറന്നിരുന്ന് മ്യൂസിക് കണ്ടക്ടറായി തകർക്കുകയാണ് അജു വർഗീസ്. അതിനിടെ മക്കളിൽ ഒരാൾ ഉറങ്ങുകയാണെന്ന് കാട്ടി അവനെ സ്റ്റിക്ക് കൊണ്ട് തോണ്ടി വിളിച്ച് "എടാ ഉറങ്ങാതെ ഇരുന്ന് വായിക്കടാ" എന്ന് ആക്ഷൻ കാണിക്കുന്നതും വീഡിയോയിൽ കാണാം. ഉടനെ മര്യാദയ്ക്ക് കീബോർഡ് വായിച്ചു കൊണ്ടിരുന്നവനെ തോണ്ടി "കേൾക്കടാ, അവള് പാടുന്നത് കേട്ട് പഠിക്കടാ" എന്നും ആക്ഷൻ കാണിക്കുന്നത് കാണാം. ഉടനെ ഇപ്പുറത്തിരുന്ന് ഗിറ്റാർ വായിക്കുന്നവനോട് അത് വേണ്ട എന്നും പറയുന്നുണ്ട്. ഇത്തരത്തിൽ മക്കളോട് രസകരമായി ഇടപെടുന്ന അജുവിനെ ദേവദൂതനിലെ മോഹൻലാൽ ആയിട്ടാണ് അജു സ്വയം ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ വീഡിയോയും അപ്ലോഡ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ 2 മില്യൺ കാഴ്ചക്കാരെ നേടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം 2 വർഷത്തെ ഇടവേളയ്ക്കുള്ളിലാണ് അജുവിനും ഭാര്യയ്ക്കും 4 കുഞ്ഞുങ്ങൾ ജനിച്ചത്. 2014 ആദ്യത്തെ സിസേറിയൻ. ഇവാനും ജുവാനയും 8ാം മാസത്തിലാണ് ജനിച്ചത്. ആദ്യ 1 മാസം കുഞ്ഞുങ്ങൾ ആവശ്യമായ ശരീരഭാരത്തിലെത്തും വരെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കുറേ നാളുകൾ നിയോനാറ്റൽ ICUവിലുമായിരുന്നു. കാക്കനാട്ടെ സ്വന്തം വീട്ടിൽ അമ്മയുടെയും അനുജത്തിയുടെയും സഹായത്തോടെയാണ് ആദ്യ കൺമണികളെ പരിപാലിച്ചത്. 2016 അഗസ്റ്റീന രണ്ടാമതും അമ്മയായത്. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, ഒരാളെ ഏർപ്പാടാക്കിയാലോ എന്നൊക്കെ അജു ചോദിച്ചിരുന്നു. എന്നാൽ അമ്മമാർ തന്നെ മക്കളെ വളർത്തിയാലേ ശരിയാകൂ എന്നതായിരുന്നു അഗസ്റ്റീനയുടെ പക്ഷം. അങ്ങനെ കുട്ടികളുടെ പരിപാലനവും ഏറ്റെടുത്ത് ചിത്രരചനയും സംഗീതവും സ്പോർട്സുമെല്ലാം കുട്ടികളിൽ വളർത്തിയെടുത്താണ് ഇരുവരും മക്കളെ പരിപാലിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.